ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ച് യേശുനാഥന്റെ സുവിശേഷ ദൗത്യവുമായി ഒരു സന്യാസിനി. സിസ്റ്റർ ജിസ്ലറ്റ് SD. തൻ്റെ ദൈവവിളിയുടെ പിന്നിട്ട വഴികളിലെ ഓർമ്മകളും പ്രവർത്തന മേഖലകളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് സിസ്റ്റർ ജിസ്ലറ്റ് SD കോൺവെൻറ്റ്, സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അറിയപ്പെടുക. പാവങ്ങളുടെ കൊച്ചു സഹോദരിമാർ, പ്രത്യേകിച്ച് അഗതി മക്കളുടെ സഹോദരിമാർ എന്നറിയപ്പെടും. എൻ്റെ വീട് വെള്ളാരംകുന്ന് സെൻറ്റ് മേരീസ് ചർച്ചിലാണ്. ഇടവകയിലെ വാല്യമണ്ണയിൽ കുടുംബത്തിലുള്ളൊരു കൊച്ചു സഹോദരിയാണ്. എൻ്റെ കുടുംബത്തിൽ 8 അംഗങ്ങളാണുള്ളത്. 8 മക്കളും മാതാപിതാക്കളും. അച്ചാച്ചൻ മരിച്ചുപോയി. അമ്മച്ചിയും ഞങ്ങൾ 8 പേരുമാണ്. എൻ്റെ വീട്ടിൽ 6 പേര് പെൺകുട്ടികളും 2 ആങ്ങളമാരുമാണ്. ഇതിൽ 4 സിസ്റ്റേഴ്സും ഒരച്ഛനുമുണ്ട്. പിന്നെ 3 പേരെ കല്യാണം കഴിച്ചയച്ചു. പ്രത്യേകിച്ച് എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എൻ്റെ യോഗ്യതകളോ അയോഗ്യതകളോ ഒന്നും പരിഗണിക്കാതെ ദൈവത്തിൻ്റെ യോഗ്യത അനുസരിച്ച് എന്നെ വിളിച്ചൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുക. എനിക്ക് മഠത്തിൽ ചേരുവാനായിട്ട് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടവകയിൽ ഞാനിങ്ങനെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് പ്രത്യേകം വിളി കിട്ടുന്നത്. ഞാൻ എൻ്റെ ബാല്യകാലം പഠനം പൂർത്തിയാക്കിയത് മുരിക്കിടി LP സ്കൂളിലാണ്. തുടർന്ന് ആനവിലാസം സെൻറ്റ് ജോർജ് സ്കൂളിലും തുടർന്ന് വെള്ളാരംകുന്ന് സെൻറ്റ് മേരീസ് സ്കൂളിലുമാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. അതിനുശേഷം ഞാൻ +2 പഠിക്കാനായിട്ട്, പ്രത്യേകിച്ച് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിനായിട്ട് പോയത് നെടുങ്കണ്ടം MES കോളേജിലാണ്. പഠനശേഷം ആ കാലഘട്ടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കണമെന്നും മഠത്തിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വിട്ടുകൊടുക്കാനായിട്ട് എനിക്കിഷ്ടമില്ലായിരുന്നു. എനിക്കൊരു വാശിയുണ്ടായിരുന്നു. എന്നെ ഈശോ വിളിക്കുന്നുണ്ടെങ്കിൽ എന്നോട് വ്യക്തിപരമായിട്ട് ഈശോ പറയണം, എന്നോട് ഈശോ സംസാരിക്കണം, അതനുസരിച്ച് മാത്രമേ ഞാൻ ഈ ദൈവവിളി തിരഞ്ഞെടുക്കുകയുള്ളൂ എന്നൊരു വാശിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള 2 സഹോദരിമാർ, ചേച്ചിമാർ മഠത്തിൽ പോയപ്പോഴും ഉള്ളിൽ ആഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് ഇവരുടെ ഒക്കെ ഉടുപ്പൊക്കെ എടുത്തിടുമായിരുന്നു. എൻ്റെ അനുജത്തി എൻ്റെ ഈ മഠത്തിൽ ചേർന്ന ശേഷമാണ് ഞാൻ ഈ ദൈവവിളിയിലേക്ക് ഞാൻ കടന്നു വരിക. അപ്പോൾ എൻ്റെ ഇടവകയിലെ വികാരിച്ചൻ എന്നോട് ചോദിച്ചു, അവിടെ സ്കൂളിൽ പ്രൈവറ്റായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ടീച്ചറിനെ കണ്ടിട്ട് മഠത്തിൽ പോകുന്നൊരു ലക്ഷണമുണ്ടല്ലോ, അതുകൊണ്ട് SD കോൺവെൻറ്റിൽ തന്നെ പോകണം. SD കോൺവെൻറ്റ് പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന, അഗതി മക്കളെ ശുശ്രൂഷിക്കുന്ന, ആരോരുമില്ലാത്തവരെ എടുത്ത് ശുശ്രൂഷിക്കുന്നവരാ, അവിടെ പോകണം മഠത്തിൽ പോവുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അതെന്നോട് പറയരുത്, എനിക്ക് മഠത്തിൽ പോകുവാൻ ഇഷ്ടമില്ല, എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞു. അത് എനിക്ക് തീർത്തും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അച്ഛനിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ഞാൻ എടുത്തൊരു ട്രിക്കായിരുന്നു. അതിനുശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ എൻ്റെ ചേച്ചി മഠത്തിൽ പോകുന്ന സമയത്ത് മഠത്തിൽ പോകുവാൻ വേണ്ടി ഞാൻ ഒരുങ്ങി. അതിനുശേഷം അത് ക്യാൻസൽ ചെയ്ത് പോകണ്ടെന്ന് വെച്ചു. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിമാരോട് രഹസ്യമായിട്ട് പറഞ്ഞിരുന്നു എനിക്ക് മഠത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന്. എങ്കിലും വീട്ടിലെല്ലാവരോടും പറയരുതെന്ന് പറഞ്ഞു. അവർ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കുഞ്ഞനുജത്തി മഠത്തിൽ വന്ന ശേഷം ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. ചേച്ചിയെ കാണാൻ വരുമ്പോൾ, കുഞ്ഞനുജത്തിയെ കാണാൻ വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ഇതൊരു നല്ല ജീവിതമാണല്ലോ, ഇതിനെന്തുകൊണ്ട് പോയിക്കൂടാ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. ആ കാലഘട്ടങ്ങളിൽ ഞാൻ വെള്ളിയാഴ്ചകളിലൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. വെള്ളിയാഴ്ചകൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഇതെന്താണ്, അപ്പം ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാവിലെ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ആരോ എന്നോട് സംസാരിക്കുന്നത് പോലെ എന്നോട് പറഞ്ഞു തന്നു. ഇതാണ്, നീ ഓരോ ചുവട് വയ്ക്കുമ്പോഴും നീ ശ്രദ്ധിച്ചു പോകണം.
അപ്പോൾ എൻ്റെ കുഞ്ഞാങ്ങളെ എന്നോട് വന്ന് പറഞ്ഞിരുന്നു, പിന്നെ കപ്പത്തോട്ടത്തിൽ പടക്കം വെച്ചിട്ടുണ്ട്, നീ പന്നിയെ പിടിക്കാനുള്ള പടക്കം വെച്ചിട്ടുണ്ട്, അത് നീ പോയി എടുത്ത ശേഷമേ പോകാവുള്ളെന്ന്. അപ്പോൾ അതെന്താണെങ്കിലും എടുക്കാമെന്നുള്ള ചിന്തയിൽ ഞാൻ തീർച്ചയാക്കി പ്രാർത്ഥിച്ചൊക്കെ ശേഷം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞിരുന്നു, നീ വയ്ക്കുന്ന ഓരോ ചുവടുകളും സൂക്ഷിച്ച് വയ്ക്കണം, നിന്നെ കാക്കുന്നത് ഞാനാണെന്ന്. അപ്പോൾ എനിക്കതൊന്നും അത്രയും മനസ്സിലായില്ല. പക്ഷേ ഞാൻ ഒരു 5-8 ചുവട് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് നിലത്തേക്ക് നോക്കിയപ്പോൾ ഞാനൊരു സാധനം നിലത്ത് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാനൊരു കാലുകൊണ്ട് തട്ടി നോക്കി, അത് കല്ലായണോ എന്ന്. പക്ഷേ കല്ലല്ലായിരുന്നു. അതിനുശേഷം ഞാൻ അത് സാധനം കയ്യിലെടുത്തപ്പോൾ, ദൈവമേ, നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ ഞാൻ എന്ത് യോഗ്യതയെന്ന് ഞാൻ അറിയാതെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞ്, അമ്മച്ചി ഇത് കണ്ടോ, നമ്മൾ പറമ്പിൽ വെച്ച ആ സാധനം എന്നെ കർത്താവ് ചവിട്ടാതെ ഞാൻ ചവിട്ടാതെ അത് ഞാൻ കയ്യിലെടുത്തുകൊണ്ട് വന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ഒരു അനുഭവം. അത് ഞാൻ അതിനുശേഷം വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ച ശേഷം ഉടനെ ഞാൻ പള്ളിയിൽ പോവുക. പള്ളിയിൽ ചെന്നതേ ഞാൻ എൻ്റെ വികാരിച്ചനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ, ദൈവം ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ദൈവത്തിൻ്റെ കൂടെ ഒന്ന് ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ എന്നോട് ഈശോ വ്യക്തമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞില്ലേ, അതിന് ഉത്തരം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ഇത് കണ്ട, ഈ എൻ്റെ ജീവിതത്തെ രക്ഷപ്പെടുത്തിയ ഒരു പടക്കത്തിൻ്റെ കേസിൽ നിന്ന് കർത്താവ് എന്നെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അച്ഛൻ എന്നോട് പറഞ്ഞെന്താ, ഇതാ മോളെ, ഈശോ നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കും, നമ്മുടെ അടുത്തായിരിക്കും, നമ്മുടെ കാര്യങ്ങളിലെല്ലാം സദാ വ്യാപൃതനായിരിക്കുമെന്ന് എന്നോട് പറഞ്ഞു തന്നു. ഈ തമ്പുരാന് വേണ്ടി ജീവിക്കണമെന്ന് അന്ന് അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലേത് ഞാൻ താലോലിച്ചു കൊണ്ട് നടന്നു. എൻ്റെ കുഞ്ഞരിചെത്തിയോട് ഞാൻ കൂടുതൽ സ്നേഹം കാണിക്കുമായിരുന്നു. അതുപോലെ തന്നെ മേഴ്സി ഹോം സന്ദർശിച്ച അവസരത്തിൽ മേഴ്സി ഹോമിലേക്ക് വന്നപ്പോൾ കുറേ കുട്ടികൾ, ഇങ്ങനെ 10-60 കുട്ടികൾ കാലും കൈയും ഒക്കെ ഇല്ലാത്തവർ നിരങ്ങിയൊക്കെ പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം ചോദിച്ചു, കൈയും കാലുമില്ലാത്ത ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തേ ഒന്ന് ജീവിച്ചുകൂടാ എന്ന്. അതാണ് എൻ്റെ ഉള്ളിലേക്ക് തോന്നിയ ആ ദൈവവിളിയുടെ ഒരു നല്ലൊരു തുടക്കത്തിന് എനിക്ക് സാധിച്ചത്. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ മേഴ്സി ഹോമിൽ സന്യാസിനിയായ ഇളയ സഹോദരിയെ സന്ദർശിക്കാൻ എത്തുമ്പോൾ കാണാറുള്ള മേഴ്സി ഹോമിലെ അന്തേവാസികളുടെ ജീവിതം സിസ്റ്റർ ജിസ്ലറ്റിനെ വല്ലാതെ സ്വാധീനിച്ചു. ഇത്തരത്തിൽ ജീവിതത്തിൽ ആരും തുണയില്ലാത്തവർക്കു വേണ്ടി തൻ്റെ എളിയ ജീവിതം സമർപ്പിക്കുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നതെന്ന് സിസ്റ്റർ തിരിച്ചറിഞ്ഞു. എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഈ ദൈവവിളി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കാരണം എൻ്റെ അച്ചാച്ചനും അമ്മച്ചിയും രാവിലെ ഒരു 4:30 ആകുമ്പോഴത്തേനും എഴുന്നേൽക്കും. അവർ ആദ്യമേ എഴുന്നേറ്റൊരു ജപമാല ചൊല്ലും. 2 പേരും ഒന്നിച്ചിരുന്ന് ഒരു ജപമാല ചൊല്ലും. ആ ജപമാല ചൊല്ലിയ ശേഷം ഒരു കട്ടൻ കാപ്പി ഇട്ട് കുടിക്കും. അതിനുശേഷം മക്കളെ എല്ലാവരെയും വിളിച്ചേൽപ്പിച്ചിട്ട് എല്ലാ മക്കളും കൂടി 5:15 വീണ്ടും അടുത്ത കൊന്തയിൽ പ്രാർത്ഥിച്ച ഒരു അനുഭവമാണ്. അതിനുശേഷം എല്ലാ മക്കളും പള്ളിയിൽ പോയിക്കോണം. വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി എല്ലാവരും പള്ളിയിൽ പോയ ശേഷം മാത്രമേ സ്കൂളിൽ പോകാൻ ഞങ്ങൾക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഇത് ഒരു സ്ട്രിക്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നാറില്ല. അച്ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും സ്നേഹത്തോടെ ഒരു പറഞ്ഞു വിടുന്ന ഒരു നിർദ്ദേശമായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 3/4 മണിക്കൂർ നടന്നുപോയി ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം തിരിച്ചു വന്ന ശേഷം കൊച്ചു ജോലികളൊക്കെ ചെയ്ത ശേഷമാണ് 3.5 കിലോമീറ്റർ അകലെ നടന്നു പോയാണ് ഞങ്ങളുടെ പഠനത്തിനായിട്ട് ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അവിടെയും ഞങ്ങൾ ഒന്നിച്ചു പോകുന്ന ഒരു അനുഭവമാണ്. അപ്പം എനിക്ക് പറയാൻ സാധിക്കും, എൻ്റെ മാതാപിതാക്കൾ നൽകിയ പ്രാർത്ഥനയും അതുപോലെ നൽകിയ പരിചരണവും നല്ല പരിശീലനവും മാത്രമാണ് ഞങ്ങൾക്ക് ഈ വിളിയിൽ നിലനിൽക്കാൻ സാധിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ബോധ്യമാക്കി കിട്ടുന്നുണ്ട്. ഇപ്പോഴും അവരുടെ പ്രാർത്ഥനയുണ്ട്. ഇപ്പം അമ്മച്ചി കൂടെയുണ്ട്. ചാച്ചൻ മരിച്ചു പോയെങ്കിലും ചാച്ചൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ എല്ലാ മക്കളും തമ്പുരാന് വേണ്ടി വേല ചെയ്യാൻ പോകണം, തമ്പുരാൻ്റെ മക്കളായിത്തീരണം, സിസ്റ്റേഴ്സും അച്ഛന്മാരും ആകണമെന്ന് എപ്പോഴും അച്ചാച്ചൻ പറയുമായിരുന്നു. ഞങ്ങളുടെ ഇടവകയിൽ അഡറേഷൻ കോൺവെൻ്റാണ്. അഡറേഷൻ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് വീട്ടിൽ വരുമ്പോഴേ പറയും, എൻ്റെ മക്കളൊക്കെ മടത്തിപ്പോകാനുള്ള എൻ്റെ ആങ്ങള അച്ഛന് ഇപ്പോൾ കപ്പൂച്ചൻ സെമിനാരിലാണ് അച്ഛനായിട്ട് 2 വർഷമായി. അച്ഛനെക്കുറിച്ച് എപ്പോഴും അച്ചായൻ പറയായിരുന്നു, ഇവൻ വെള്ളക്കാരുടെ കൂടെ അച്ഛനാകാനുള്ളതെന്ന്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ദൈവവിളി പ്രോത്സാഹനമായിട്ട് തോന്നുന്നത് അതാണ്.
അപ്പൻ്റെയും അമ്മയുടെയും വാക്കിലൂടെ പറയുന്ന വാക്കുകളും അതുപോലെ തന്നെ ആ നൽകിയ ശുശ്രൂഷകളും പരിചരണങ്ങളും ഞങ്ങളെ പരിശീലിപ്പിച്ച കാലഘട്ടവുമാണ് ഈ ദൈവവിളിയെ കൂടുതൽ പരിപോഷിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ SD മഠത്തിലേക്ക് ചേരാനായിട്ട് ആഗ്രഹിച്ച സമയത്ത് എൻ്റെ കുഞ്ഞനുജത്തി സിസ്റ്റർ ബ്ലസ്സി ജോസ് ഇങ്ങനെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓൾഡ് ഏജ് ഹോമിൽ ചെന്ന് കാണണം, അവിടെ ചെന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഈ മഠത്തെക്കുറിച്ച് നല്ലൊരു ബോധ്യം കിട്ടും, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ഒക്കെ ഒരു മാധുര്യം കിട്ടും എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എനിക്കത് എൻ്റെ മനസ്സിൽ ഉള്ളിലുണ്ടായിരുന്നു, മദർ തെരേസ ശുശ്രൂഷിക്കുന്നത് പോലെ ശുശ്രൂഷിക്കണമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് വലിയ ബോധ്യത്തോടെയൊന്നും ആയിരുന്നില്ല. പക്ഷേ ഞാൻ ഈ മഠത്തിൽ വന്ന് ചേരാനായിട്ട് വരുന്ന സമയത്ത് തന്നെ എനിക്കൊരു വലിയൊരു പ്രതിബന്ധമാണ് ഉണ്ടായത്. മഠത്തിൽ ചേരുന്നതിന് സമയത്ത് എൻ്റെ വീട്ടിലൊരു വലിയൊരു ആശുപത്രി കേസ് കേട്ടാ വന്നേ. എൻ്റെ സ്വന്തം ചേച്ചി ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അത് അബോർഷനായിപ്പോയി. ആശുപത്രിയിലേക്ക് പോകേണ്ട വന്നു. അതുപോലെ വീട്ടിൽ ആരുമില്ലായിരുന്നു. അപ്പം മാതാപിതാക്കൾ കൊണ്ടുവന്നു വിടാനില്ലായിരുന്നു. അങ്ങനൊരു സന്നിഗ്ധാവസ്ഥയിൽ അന്ന് ഇവിടെ നിന്ന് മാറി ഇപ്പം പോകണ്ട എന്ന് നിർബന്ധം പറയുന്ന ഒരു ദിവസമുണ്ടായിരുന്നു. ആ സമയത്ത് ഇടവകയിലെ വികാരിച്ചൻ മാത്യു ചെറുതാനിക്കലച്ഛനാണ് എൻ്റെ വൊക്കേഷൻ പ്രൊമോട്ടർ. അച്ഛൻ എന്നോട് പറയുമായിരുന്നു, ഒന്നുകൊണ്ടും പ്രതിബന്ധം ഒന്നും മനസ്സിലാക്കരുത്, തമ്പുരാന് വേണ്ടി ഇറങ്ങി പുറപ്പെടണം, ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം, ഈശോയുടെ കൊച്ചാകണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ വൈകുന്നേരം വന്ന് എൻ്റെ ചേച്ചിമാരോട് പറഞ്ഞു, ഈ നല്ലൊരു വിളിയല്ലേ സ്വീകരിക്കുന്നത്, നിങ്ങളെല്ലാം തടസ്സപ്പെടുത്തരുത്, ഇനി അത് പ്രോത്സാഹിപ്പിച്ചു വിടണം, കൊച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ബോധ്യം നൽകി, ഒരു പഠനം നൽകിയൊരു ദിവസമുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കുടുംബത്തെ നന്നായിട്ട് ഒരുക്കി അച്ഛന്. ആ പിറ്റേ ദിവസം എൻ്റെ ആങ്ങളെയും പിന്നെ ചേട്ടനും കൂടെയാണ് എന്നെ പാലായിൽ ഓൾഡ് ഏജ് പാവപ്പെട്ട പാപ്പന്മാരെ അമ്മമാരെ നോക്കുന്ന നമ്മുടെ അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കുക. അപ്പോൾ അവിടെയൊക്കെയാണ് ഞാൻ ആദ്യം എൻ്റെ മഠത്തിലേക്ക് ചേരാനായിട്ട് കടന്നു വന്നത്. ഞാൻ 1990 വെള്ളാരംകുന്ന് പള്ളിയുടെ വികാരിയായിട്ട് വെള്ളാരംകുന്നിൽ ചെല്ലുന്നത്. ആ സമയത്ത് സിസ്റ്റർ ജിസിലറ്റ് സൂസൻ ജോസഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ടീച്ചറായിരുന്നു വെള്ളാരംകുന്ന് സ്കൂളിൽ. പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ താല്പര്യമുള്ള, ശുഷ്കാന്തിയോടെ എല്ലാ സംഘടനകളിലും ആരാധനക്രമത്തിലും ഗായക സംഘത്തിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു സൂസൻ ജോസഫ്. അതിനുശേഷം ഇങ്ങനെ കാര്യങ്ങളിലെല്ലാം മുഴുകി പ്രാർത്ഥനയിലൊക്കെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പോകുന്ന അവസരത്തിൽ പലപ്പോഴും ഭാവിയെപ്പറ്റി സംസാരിക്കുമ്പോൾ സൂസൻ ജോസഫ് അന്നത്തെ രീതിയിൽ നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ച് വിവാഹം ഒട്ടും ഇഷ്ടമില്ല എന്ന് പല പ്രാവശ്യം എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ സന്യാസി സഭയിൽ ചേരുന്നതിനോടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പിന്നീട് സമയം മുന്നോട്ട് നീങ്ങിയപ്പോൾ പലപ്പോഴും ഞാൻ സന്യാസി സഭയിൽ ചേരുന്ന അവളുടെ സൂസൻ്റെ അനിയത്തി സന്യാസി സഭ ST സഭ കോൺഗ്രിഗേഷൻ ചേർന്നു. ജ്യേഷ്ഠത്തിമാർ 2 പേര് ക്ലാര സഭയിലെയും സിസ്റ്റേഴ്സാണ്. സൂസൻ ഇങ്ങനെ പല വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷെ അതിനോട് അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന അവസരത്തിൽ ഞാൻ വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു, ഒന്നുകിൽ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ചേരുവാനായിട്ട് താല്പര്യത്തോട് മുന്നോട്ട് പോകണം. അതിനുവേണ്ടി ധ്യാനങ്ങൾ കൂടി എങ്ങനെ തീരുമാനമെടുക്കുന്നതിനെപ്പറ്റി ദൈവത്തോട് പ്രത്യേകം ചോദിക്കാനായിട്ടുള്ള ഒരു താല്പര്യമാണ് കാണിച്ചത്. അതിനനുസരിച്ച് പല ധ്യാനങ്ങളിലും പോയി. അവസാനം ഒരു ധ്യാനത്തിൽ പോയി സംബന്ധിച്ചപ്പോൾ ആരും നയിച്ച ധ്യാനമാണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. മഠത്തിൽ ചേരുവാനുള്ള ആഗ്രഹത്തോടുകൂടി തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം 2 സിസ്റ്റേഴ്സ് ജ്യേഷ്ഠത്തിമാരുള്ളതുകൊണ്ടും അനിയത്തിയും മഠത്തിൽ പോയിരിക്കുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകമായ മഠത്തിൽ പോകുന്നതിന് എതിരൊന്നുമില്ലായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് സൂസനാണ് കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മഠത്തിലോട്ട് പോകുന്നതിനായിട്ട് ചില സങ്കടമുണ്ടായിരുന്നു, പക്ഷേ എതിരൊന്നും പറഞ്ഞില്ല.
അവിടെ വന്ന് 10-15 ദിവസം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അച്ചാച്ചനെ അമ്മച്ചിയെ ശുശ്രൂഷിക്കുന്ന പോലെ അവരെ കാണാനും സ്നേഹിക്കാനും ഒക്കെ സാധിച്ചു. എനിക്കത്ര ശുശ്രൂഷയൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അവരുടെ കൂടെ ആയിരുന്നത് ഒരു വലിയൊരു സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് തോന്നുന്നത് ഈ SD സന്യാസ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു തന്ന ഒരു അനുഭവമായിട്ടാണ്. കാരണം ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായ ഒരു സന്യാസ സമൂഹത്തിലാണ് എന്നെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ എപ്പോഴും തോന്നുമായിരുന്നു നല്ല സ്വാതന്ത്ര്യമുള്ള, ഹൃദയ സ്വാതന്ത്ര്യമുള്ള, അതുപോലെ ഒത്തിരി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു സന്യാസ സമൂഹത്തിൽ ചേരണമെന്നൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതെന്നിൽ ഇവിടെ സാധിച്ച ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ മഠത്തിലേക്ക് കയറി വരുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പറ്റം സിസ്റ്റേഴ്സ്, എല്ലാവരെയും കണ്ട ഒരു മാലാഖമാരെ പോലെ തോന്നുമായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മുഖം ഒരുപോലെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആരെയാണ് സംസാരിച്ച് അടുത്ത് മാറുന്നതെന്ന് പോലും അറിയത്തില്ലാതെ. അപ്പോൾ ഒരു സ്വർഗത്തിൽ വന്ന ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഇവരുടെ ശുശ്രൂഷകൾ, ഈ SD സന്യാസ സമൂഹത്തിൻ്റെ ശുശ്രൂഷകൾ കണ്ടപ്പോൾ ഇതൊന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ എന്നെ ഒത്തിരി കർത്താവ് കൃപ തന്ന് ഉയർത്തിയ ഒരു അനുഭവമാണ്. ഇപ്പോഴും എൻ്റെ ഈ സന്യാസ സമൂഹത്തിൻ്റെ കരിസമെന്ന് പറയുന്നത് ഈശോയുടെ കരുണാർദ്ര സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ഈശോയുടെ കരുണാർദ്ര സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ആ നിർബന്ധിക്കുന്ന സ്നേഹം കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകന് ബഹുമാനപ്പെട്ട വർഗീസ് പയ്യപ്പള്ളി അച്ഛനാണ്. ഈ സന്യാസ സമൂഹം സ്ഥാപിച്ച് 2-3 വർഷക്കാലം മാത്രമേ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ. പെട്ടെന്ന് അസുഖം വന്ന് മരിക്കുകയാണ്. അപ്പോൾ അച്ഛനെ പ്രചോദിപ്പിച്ച ഒരു വചനം ഇതാണ്: എൻ്റെ ഏറ്റവും വലിയ സഹോദരൻ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനം. ഈ വചനത്തിന് പ്രചോദിതമായിട്ടാണ് ഈ സന്യാസ സമൂഹം ഇന്ന് നിലകൊള്ളുന്നതും ഇന്ന് ജീവിക്കുന്നതും. പ്രത്യേകിച്ച് എൻ്റെ ഈ സിസ്റ്ററാകാൻ കടന്നു വന്നപ്പോൾ എൻ്റെ പ്രായം, ഞാൻ ലേറ്റ് വൊക്കേഷനാണ്. അപ്പോൾ ഞാൻ കൊച്ചു കുട്ടികളായ 10ാം ക്ലാസ് കഴിഞ്ഞ് വന്ന കുട്ടികളുടെ കൂടെ പരിശീലന കാലഘട്ടങ്ങളിലായിരിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഒത്തിരി എന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് എൻ്റെ ഇല്ലായ്മകളിലും ഉള്ളായ്മകളിലൊക്കെ അവരോട് കൂടെ ചേർന്ന് പോകാനായിട്ട് സാധിച്ചാൽ ഞാനൊരു ചേച്ചിയുടെ ഒരു ഭാവമെന്ന് മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് അവരുടെ ആ ലെവലിലെ 10ാം ക്ലാസ്സുകാരുടെ കൂട്ടുകാരുടെ കൂടെ ആയിരുന്നു കൊണ്ട്, പ്ലസ് ടുക്കാരുടെയൊക്കെ കൂട്ടുകാരുടെ ആയിരുന്നുകൊണ്ട് ജീവിക്കാൻ സാധിച്ച ഒരു അനുഭവമായിട്ട് തോന്നി. എനിക്കൊന്നും അറിയില്ലെങ്കിലും എൻ്റെ സിസ്റ്റേഴ്സ്, ഫോർമേഷനിലുള്ള സിസ്റ്റേഴ്സ്, അത് ആദ്യമായിട്ടുണ്ടായിരുന്നത് സിസ്റ്റർ വിമലാണ്, തുടർന്ന് സിസ്റ്റർ ബ്ലസിയ, അതുപോലെ തന്നെ 2 വർഷക്കാലം എന്നെ നോക്കിയത് ഇപ്പോഴത്തെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മദർ കർമ്മലതയാണ്. അപ്പോൾ എന്നെ ഈ രീതിയിൽ വാർത്തെടുക്കുവാൻ, ഈശോയുടെ ഒരു നിർമ്മല മണവാട്ടിയായിട്ട് സമർപ്പിക്കുവാനായിട്ട് എന്നെ ഒരുക്കിയത് എൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരിമാരും അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദരിമാരും കുഞ്ഞനുജത്തിമാരുമാണ്. എനിക്ക് ഇപ്പോഴും പറയാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ളത് ഓൾഡ് ഏജ് ഹോമുകളിൽ പോയി, പ്രത്യേകിച്ച് എലിക്കുളത്ത് ഡൈയിങ് പേഷ്യൻസിൻ്റെ സ്ഥലമാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മരണാസന്നരായവരെ നോക്കുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ 1.25 വർഷം ഞാൻ ശുശ്രൂഷ ചെയ്തു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ പറയാൻ സാധിക്കും, എൻ്റെ കൈകളിൽ കിടന്ന് ഒത്തിരി അച്ചാച്ചന്മാരും അമ്മച്ചിമാരും മരിച്ചിട്ടുണ്ട്. അവസാന നിമിഷം നമ്മൾ നല്ല പ്രാർത്ഥനകൾ ചൊല്ലി അപ്പച്ചൻ്റെ മോളാണ് ഞാനാണ് എന്ന് പറഞ്ഞ് അവരെ ആ നല്ല മരണത്തിനായിട്ട് പറഞ്ഞു കൊടുത്ത് ശാന്തമായി മരിക്കാനായിട്ട് ഒരുക്കിയ കാലഘട്ടമുണ്ട്. ഇന്നും ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അവിടെ നിന്ന് എനിക്ക് TV വന്നാണ് ഞാൻ അവിടെ നിന്ന് എന്നെ ഈ സിസ്റ്റേഴ്സ് മാറ്റുക. അതൊന്നും ഒരു കുറവായിട്ടോ അത് പോരായ്മയായിട്ടോ ഇന്ന് വരെയും തോന്നിയിട്ടില്ല. കാരണം തമ്പുരാൻ എന്നെ ഒത്തിരി ഉയർത്തുന്ന ഒരു കാലഘട്ടമായിട്ട് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ ഈ സന്യാസ സമൂഹത്തിൽ എനിക്ക് ഒത്തിരി സ്വാതന്ത്ര്യം തന്ന ഒരു അനുഭവമാണ്. ഈ ഉള്ളിൽ തോന്നുമായിരുന്നു മഠത്തിൽ കയറിയാൽ ഒത്തിരി സ്വാതന്ത്ര്യമൊന്നും കിട്ടത്തില്ല, അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ നമ്മൾ വലിയ സ്ട്രിക്റ്റായിട്ട് പോകണം. അതൊന്നുമല്ല. ഈ സന്യാസ സമൂഹത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നന്മ ചെയ്യാൻ സാധിച്ചത് എനിക്ക് എന്നെ മുകളിലുള്ള അധികാരികൾ പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരുന്നു. ഒരു നന്മ ചെയ്യാനായിട്ട് ഉള്ളിൽ തോന്നിയാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ പൊയ്ക്കോ, ചെയ്തേക്കാം, ഞങ്ങൾ പ്രാർത്ഥിച്ചോ എന്നൊരു വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഒരിടത്തും പോകുകയില്ല. 2 സിസ്റ്റേഴ്സ് ഒന്നിച്ച് പോകും. ഒന്നിച്ച് പോയി ഏതെങ്കിലും ഒരു കുടുംബത്തിൽ കയറുമ്പോൾ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ, നമ്മൾ വചനം ഉരുവിട്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ കടന്നു ചെല്ലുമ്പോഴേ ആ വീട്ടിലൊരു വചനം എടുക്കും.
ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വചനം എടുക്കുമ്പോൾ കർത്താവ് ആ വീട്ടിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉടനെ ഞാൻ പക്ഷി ചിറകിൻ കീഴിൽ എന്നതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് നിങ്ങളെ കാത്തു പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് തരുന്ന വചനങ്ങൾ, നല്ല വചനങ്ങൾ തരും. അങ്ങനെയുള്ള ഭവനങ്ങളിൽ പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട, അവിടെ ചെയ്യുന്നത് മുഴുവൻ കർത്താവാണ്. അപ്പോൾ ഒരു മദ്യപാനിയായ ഒരു കുടുംബമായിരിക്കാം, അല്ലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള കുടുംബമായിരിക്കാം, ഏത് കുടുംബത്തിൽ ചെന്നാലും നമുക്ക് അങ്ങനെ ഒരു അനുഭവമാണ് തരുന്നത്. ഈശോ വഴി നടത്തുന്ന ഒരു അനുഭവം. പ്രത്യേകിച്ച് നമ്മുടെ അധികാരികളും സഹോദരിമാരും എന്തിനും ഏതിനും കൂട്ടായിരിക്കുന്ന ഒരു അനുഭവമാണ്. ഒരിടത്ത് നമ്മളെ തനിച്ചായിരുന്നിട്ട് കടന്നു പോവില്ല, കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നിടത്താണ്. പിന്നെ പ്രത്യേകിച്ച് ഈ അൽമായരുടെ ശുശ്രൂഷ നമുക്ക് ഒത്തിരി ലഭിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അൽമായരുടെ ശുശ്രൂഷയിൽ ഒരു SD കമ്പാനി എന്ന് പറയും. നമുക്ക് നമ്മളോട് സപ്പോർട്ട് ചെയ്ത് ശുശ്രൂഷ ചെയ്യാനായിട്ട് പാവപ്പെട്ട മക്കളെ ശുശ്രൂഷ ചെയ്യാനും, അതുപോലെ തന്നെ തകർന്നുപോയ കുടുംബങ്ങളെ ഉദ്ധരിക്കാനും, അതുപോലെ തകർന്ന കുടുംബ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാനും ഒക്കെ ആയിട്ട് ആഗ്രഹവും സന്മനസ്സും പ്രാർത്ഥനയുമുള്ള ഒത്തിരി ഒരു അൽമായരുടെ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയാണ് ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. ആ കൂട്ടായ്മയിലുള്ള സഹോദരങ്ങൾ നമ്മളോട് ഒന്നിച്ച് പ്രാർത്ഥിക്കും. മാസത്തിൽ ഒന്നിച്ച് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നിച്ച് നമ്മുടെ SD പ്രൊവിൻഷ്യൽ ഹൗസിൻ്റെ മുറ്റത്ത് ഇരുന്ന് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി പുറത്ത് ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ഏറ്റവും കൂടുതൽ ശക്തി ലഭിച്ചത് നമ്മുടെ അതേ മൈൻഡോടുകൂടെ നമ്മുടെ വെല്ലിച്ചൻ്റെ കരിസമനുസരിച്ച് ഈ എളിയ സഹോദരങ്ങൾക്ക് ചെയ്യുവാനുള്ളൊരു തീഷ്ണത നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നിച്ച് എല്ലാം ചെയ്യുന്നത് ഈ അൽമയരായ സഹോദരങ്ങൾ അവരുടെ മനസ്സിൽ വരുന്നത് അതനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചെടുക്കുമ്പോൾ അവർ ചെയ്തോളും. ഒരു പേഷ്യൻറ്റിനെ വീട്ടിൽ കയറി നമ്മൾ സന്ദർശിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവരെ സ്നേഹത്തോടെ അവരോട് സംസാരിച്ച് അവരെ ബോധ്യപ്പെടുത്തി അവരുടെ മേഖലകളെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ ട്രീറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ധ്യാനത്തിനോ ഒക്കെ കൊണ്ടുപോകാനായിട്ട് റെഡിയാകുന്നത് ഇവർ കൊണ്ടുപോകുന്നത് ഇവരുടെ വാഹനങ്ങളിലാണ്. ഇവിടെ ഈ മഠത്തിൽ നിന്നൊന്നും പൈസ എടുക്കേണ്ട ആവശ്യം വരില്ല. എല്ലാം അവർ തന്നെ സ്പോൺസർ ചെയ്ത് അവർ തന്നെ അങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എത്രയോ നന്മയുള്ള മനുഷ്യരാണ് നമ്മുടെ ഇടവകയിലും അല്ലെ കണ്ടുമുട്ടുന്ന സഹോദരങ്ങളിലും. നാനാജാതി മതസ്ഥരാണ്. ഇപ്പോൾ മുസ്ലിംസ് ഉണ്ടാകും, ഹിന്ദുസ് ഉണ്ടാകും, ക്രിസ്ത്യൻസ് ഉണ്ടാകും. ഇവരെല്ലാവരും ഒത്തിരി നന്മയുള്ളവരാണ്. അപ്പോൾ നമ്മളോടൊന്ന് പിന്നിൽ നിന്നാൽ മതി, അവർ ഒത്തിരി കാര്യങ്ങൾ ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി ചെയ്യും. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കഴിഞ്ഞ നല്ല നാളുകൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ, നന്മയുള്ള നാട്ടുകാരും ഉണ്ടായി വന്നെങ്കിൽ എന്ന്. ശരിയാണ്, ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒത്തിരി ധ്യാന സെൻറ്ററുകൾ വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയുവാൻ സാധിക്കുന്നതാണ്, ഈ എളിയ ശുശ്രൂഷയിലൂടെ മാത്രമേ ഇതിൻ്റെ പിന്നിൽ നിൽക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങൾ നമുക്ക് വേണ്ടിയും തമ്പുരാന് വേണ്ടി എല്ലാവരുടെയും ലക്ഷ്യം ഇതാണ്. ഇവരെ തമ്പുരാനിലേക്ക് അടുപ്പിക്കണം, ധ്യാനത്തിന് കൊണ്ടുപോകണം, ആ കുടുംബം ജീവിതം ഭദ്രമാകണം, ആ മക്കളും കുഞ്ഞുമക്കളും രക്ഷപ്പെടണം. ഒന്നിച്ച് പോകുന്നൊരു കുടുംബം.